എനിക്കൂട്ടാ എന്തോ ഞാനിപ്പോ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആ. ഇനിയിപ്പോ അടുത്ത വരാൻ പോകുന്ന പാട്ട് യെസ്. അത് എന്റെ ഗുരുനാഥൻ MB ശ്രീനിവാസൻ സാറിന്റെ ഉൾക്കടൽ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ്. ഓ. ഈ പാട്ട് ഞാൻ എത്ര ആയിരം പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അത്ര അധികം പ്രാവശ്യം. കാരണം സാറിന്റെ പാട്ടുകളൊക്കെ വളരെ ഡീപ്പായിരിക്കും. ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ടോ MBS സാറിന്റെ കൂടെ? ഞാൻ ഒരു പാട്ട് പാടി, രചന എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിൽ. രചന. അങ്ങനെ ഉണ്ണിച്ചേട്ടന് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിനോട്. അത്രയും ഗ്രേറ്റ് ലെജൻഡാണ്. അപ്പോൾ ഈ പാട്ട് ONV സാർ എഴുതിയതാണ്. ഞാൻ പറഞ്ഞല്ലോ ഉൾക്കടൽ, അത് അതെ. KG ജോർജ് സാറിൻ്റെ ആണ്. ഒരു കാലഘട്ടത്തിൽ KG ജോർജ് സാറിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ സമാന്തരമായ സിനിമയാണ്. അതേസമയം അതിൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോമെന്റ്സും സിനിമാറ്റിക് എക്സ്പ്രഷൻസും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ സിനിമയാണ്. അതിൽ വേണിച്ചേട്ടനാണ്, വേണു നാഗവള്ളി, അദ്ദേഹമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മ്യൂസിയത്തിന്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ് വിഷ്വൽ. അപ്പോൾ പഴയ കനകക്കുന്ന് കൊട്ടാരം, അതിന്റെ മുമ്പിലുള്ള വഴി, വെള്ളയമ്പലത്തോട്ടുള്ള വഴി, ഇതെല്ലാം നമുക്ക് ഈ സിനിമയിൽ ഇപ്പൊ കാണുകയാണെങ്കിൽ ഒരു കൗതുകമാണ്. കാരണം ഇന്നത്തെ പോലെയല്ല, ഇന്നും മാക്സിമം അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അക്കാലത്തെ ആ വെള്ളയമ്പലത്തിനെയും അതുപോലെ ഈ റോഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് ഈ പാട്ട് പാടാനായിട്ട് നമുക്ക് ആരാ വിളിക്കുക? നമ്മുടെ സാംകുട്ടനാണ്. MJ അങ്കിളിന് വീണ്ടും അതേപോലെ തന്നെയുള്ള ഓർമ്മകളും കുറെ നൊസ്റ്റാൾജിയ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സാംകുട്ടൻ എത്തിയാണ്. സോ ലെറ്റ്സ് വെൽക്കം സാം സോണി ഓൺ സ്റ്റേജ്. ഹായ് സാംകുട്ട. ഹായ്. സാംസങ് സോണി, ദി ജെന്റിൽമാൻ. MJ അങ്കിളുടെ ഫേവറേറ്റ് പാട്ടാണ് ഇതെന്ന്. വളരെ ഡീപ്പായിട്ടുള്ള മ്യൂസിക്കൽ ഒരുപാട് സെലിബ്രേഷൻ ഉള്ള ഒരു പാട്ടാണ് അല്ലേ? അതെ. എത്ര ദിവസം എടുത്തത് പഠിക്കാൻ? ഇത് പഠിക്കാൻ 5 ദിവസം. 5 ദിവസം. 5 ദിവസം Yeah. എടുത്തു. അത്രയും എടുക്കും. പഠിക്കാനോ അതോ പ്രാക്ടീസ് ചെയ്ത് കഴിയാനോ? പ്രാക്ടീസ് ചെയ്ത് ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞിട്ട് 5 ദിവസമായി. അപ്പൊ അങ്ങനെ MBS സാറിന്റെ ഒരു പാട്ടായതുകൊണ്ട് പ്രത്യേകം അത്രയും സ്നേഹമാണ് ഈ പാട്ടിനോട്. പിന്നെ സാംകുട്ടനോട് നമ്മുടെ സ്നേഹം പറയണ്ടല്ലോ. ഒത്തിരി ഒരുപാട് സ്നേഹം സ്നേഹം. നമ്മുടെ സാംകുട്ടന്റെ കുഞ്ഞാര അടുത്ത്. കുട്ടനല്ലേ? താങ്ക് യു. അപ്പൊ Hello. കുട്ടാ നന്നായി പാട്. താങ്ക് യു. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. സപ്തവർണ്ണ ചിറകു കരിഞ്ഞൊരു സ്വപ്നശലഭം ഞാൻ. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ. ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ. പാടും കുയിലേ കുയിലേ, പാടും കുയിലേ, എനിക്കു നീയൊരു വേദന തൻ കനി തന്നു. വെറുമൊരു വേദന തൻ കനി തന്നു. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ.
സാം കൂടാ എന്തോ ഇങ്ങോട്ട് പോരെ. നമ്മുടെ സാം കുഞ്ഞ് ഇങ്ങനെയൊക്കെ പാടുമ്പോഴേ എനിക്ക് ശരി കണ്ണെന്ന് അറിയാം കേട്ടോ. ഈ ഒരു കോമ്പസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രേറ്റ് ഡെപ്ത് ആണ്. ഒരു മ്യൂസിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് പോകും തോറും ഓരോ പ്രാവശ്യം ഈ പാട്ട് കേൾക്കും തോറും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലുള്ള മ്യൂസിക്കാലിറ്റി ഉള്ള ഒരു സോങ് ആണ് അത്. നമ്മുടെ സാം കുഞ്ഞ് അസാധ്യമായിട്ട് പാടി. താങ്ക് യു. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. അവന്റെ വയസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അസാധ്യം. അവനത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്കിളിന് തോന്നി ഇതിന്റെ 1-2 സീക്രട്സും കൂടെ അങ്ങോട്ട് പറഞ്ഞു തരണം എന്ന് തോന്നി. ഉം. ആ ശരി, ഈ പാട്ടിന്റെ ശ്രുതി ഏതാണ്? സാ ഏതാണ്? സാ പാട്. സ ആ യഥാർത്ഥത്തില് ഈ പാട്ടിന്റെ സാ എന്ന് പറയണത് സാ സാ അതാണ്. ആ അപ്പൊ അങ്ങനെ കാണുമ്പോ മാ 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 ഗഗ മമ മാരിസനി സരിഗ മാ 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 അങ്ങനെ വരിക. സാം കുട്ടൻ കാണുന്ന സാ അത് കാണുന്ന തെറ്റില്ല. ആ. രേ 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 നി നി സരി നി സാ ധ പ മ പ ധ നി സാ രേ സാ അങ്ങനെയാണ് സാം കുട്ടൻ കണ്ട. ഞാൻ മാ 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 എന്ന് ഞാൻ കാണുന്നു. നമ്മൾ രണ്ടുപേരും എങ്ങനെ കണ്ടാലും ആ രീതിയിലേക്ക് ഈ പാട്ട് നമ്മളിലേക്ക് വരുന്നുള്ളതാണ്. അതാണ് ഈ പാട്ടിന്റെ ഒരു ഭയങ്കര ബ്യൂട്ടി എന്ന് പറയുന്നത്. എന്തൊക്കെയോ എനിക്ക് ഒരു വലിയ ഗിഫ്റ്റ് ഒക്കെ തരാൻ തോന്നുന്നുണ്ട് ഈ പാട്ട് പാടിയതിന് കേട്ടോ. ആ ഇത് പാടിയതിൽ 1-2 സജഷൻസ് പറയാം. ചൂടിയോ ചൂടിയോ അത് കുറച്ചും കൂടെ ഹെവി ആയിട്ട് പാടാം. ചൂടിയോ ആ ചൂടിയോ ചൂടിയോ അശ്രു 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 എന്നാ കേട്ടെ. അശ്രു അശ്രു കുടി കുടീരം പിന്നെ താപസി എന്ന് പാടിയില്ലേ, അവിടെ ഏതൊരു നോട്ട് എക്സ്ട്രാ വന്ന പോലെ തോന്നുന്നു. ആ. പാട്. എൻ പ്രിയ താപസി താപസി താപസി. ആ അത് 2ാമത്തെ പ്രാവശ്യം പാടിയപ്പോ കറക്റ്റ് ആയിരുന്നു. ആ. അപ്പൊ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് പാടിയ എൻ പ്രിയ താപസി അരികിലിരിക്കൂ എന്നെ ബാക്കിയോളാം. എന്നെ നീ സഖി തഴുകി ഉറക്കൂ. അത് സഭാഷായിരുന്നു കേട്ടോ. നീ സഖി കഴുകി ഉറക്കൂ എന്ന് പറയുന്നത് അത്ര ബ്രില്യന്റ് ആയിട്ട് മ്യൂസിക്കൽ ജ്യൂസിലാണ് നീ പാടിയ കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു കണ്ണ് നിറയുന്ന മോമെന്റ് ആണ്. ചില നോട്ട്സ് നമ്മൾ അറിയാതെ പണ്ട് ഉസ്താദ് റാഷിദ് ഖാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു കച്ചേരി വന്നിരുന്നു. അപ്പോ ഈ ഹിന്ദോളം മറ്റോ മാൽക്കൗൺസോ മറ്റോ ആണ് പാടിയത്. അപ്പോ ഈ ശ്രുതി ഇങ്ങനെ ചേർക്കുന്നു, സാ ഇങ്ങനെ ചേർന്ന് കുറച്ചു നേരം ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചേർത്ത് ഞാൻ അറിയാതെ എന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതിനു മുമ്പേയും പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയധികം എങ്ങനെ ശ്രുതി ചേർക്കുന്നു, എനിക്ക് കണ്ണ് നനഞ്ഞു പോയി സർ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് ഗുരുത്വം കൊണ്ടാണ്. അത്രയും ഗ്രേറ്റ് മാസ്റ്റേഴ്സ് അങ്ങനെ. അപ്പൊ നിനക്ക് ആ ഗുരുത്വം ഉണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ ശ്രുതി ചേരുന്നത്. അത് ഗംഭീരായിരുന്നു. പിന്നെ ബീജിയം ആ സരോദിന്റെ നോട്ട്സ് വായിച്ചില്ലേ, അത് ഗംഭീരായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ കൂടുതൽ പറയാൻ കാരണം അത് ഗിറ്റാറിൽ അങ്ങനെ വായിക്കാനായിട്ട് പറ്റുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പക്ഷെ അത് കൃത്യമായിട്ട് വായിച്ചു. ആ ബീജിയത്തിന്റെ നോട്ട്സ് ഒന്ന് വായിച്ചു തരാമോ? അത് സരിഗമ പ ഗമഗദ മഗരി ഗരി നിരി നീ മപഗ ഗമദ മഗരി ഗരി നിരി നീ. മഗ
സബാഷ് സബാഷ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ സാം കുട്ടന് വലിയ ഭാഗ്യമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെയും നമ്മുടെ ഭാരതത്തിന്റെയും ഒക്കെ ടോപ്പ് ആർട്ടിസ്റ്റിലൂടെയാണ് ഇവിടെ ഓരോ പ്രാവശ്യവും നമ്മുടെ സാം കുട്ടൻ പാടുന്നത്. അതെ, അപ്പൊ അവർക്ക് ഒരു വലിയ നമസ്കാരം കൊടുക്കാം. നന്ദിയുണ്ട് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ സാം കുട്ട ഇങ്ങോട്ട് വായോ. യെസ് സാം കുട്ടൻ. എന്തോ സാം കുട്ടൻ എങ്ങനെയാ ഈ പ്രായത്തിൽ ഈ പാട്ട് ഇത്രയും ഉൾക്കൊണ്ട് പാടിയത്? എനിക്കിപ്പോഴും അത്ഭുതമാണ്. അതിമനോഹരമായിരുന്നു. താങ്ക് യു. എനിക്ക് ശരിക്കും കുട്ടൻ പറഞ്ഞ മാതിരി കരച്ചിൽ വന്നു. കാരണം കരയിപ്പിക്കുന്ന പാട്ടാണത്. ചില നോട്ട്സ് ടച്ച് ചെയ്യുമ്പോൾ നമ്മളറിയാതെ ഉള്ളിൽ കരഞ്ഞു പോകും. ഈ പാട്ടിന് എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റ്. ഈ പാട്ടിന്റെ റെക്കോർഡിങ് ഞാൻ കണ്ടിട്ടുണ്ട് ദാസേട്ടൻ പാടുന്ന സമയത്ത്. അത് ഏത് സ്റ്റുഡിയോയിലാണ്? തരങ്ങണി സ്റ്റുഡിയോ ദാസേട്ടൻ. ഇത് ഏർലി 80s വന്ന പാട്ടാണ് ഓർമ്മ. അതെ. അപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു പാട്ടാണത്. അപ്പോൾ അതൊക്കെ എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്ന മോനെ ഒരു വലിയ താങ്ക്സ് ഉണ്ട് മോനെ. മാത്രമല്ല ഈ പാട്ട് അതിമനോഹരമായി പാടി. താങ്ക് യു. ഒരു കുറവും പറയാൻ പറ്റില്ല. അത്രയും ഈ പ്രായത്തിൽ ആ പാട്ട് ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു. താങ്ക് യു. സാംകുട്ട എന്തോ ഹാപ്പി ആയില്ലേ? ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. എം പി ശ്രീനിവാസൻ സാറിന്റെ ശിഷ്യൻ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇത് അടിപൊളിയായി, എന്ത് രസമാണ് ഈ പാട്ട്. റെക്കോർഡിങ്ങിന് നേരിട്ട് കണ്ട് അത് അനുഭവിച്ച ഉണ്ണി സാർ ഒരു സൈഡ് ഇരുന്നിട്ട് പറയുന്നു എന്ത് രസമായിട്ട് പാടുന്നു. ഇതിന്റെ അപ്പുറം എന്ത് വേണം അല്ലേ സാംകുട്ട? വേറെ ഒന്നും വേണ്ട. ഹാപ്പി അല്ലേ? മാർക്കും വേണ്ട. എന്നാ മാർക്ക് വേണ്ട ഇന്ന്. ഇല്ലല്ലോ, കുഴപ്പമില്ല. എനിക്ക് ഇത് കേട്ടാ മതി. അവനൊക്കെ ഓക്കെയാ. അവൻ ഓക്കെയാണ്. അവന് പാടിയാ മതി, അത്രേ ഉള്ളൂ അവന്. എഫേർട്ട്ലെസ് സിംഗിങ്, എഫേർട്ട്ലെസ്. Thank you. എനിക്ക് പറഞ്ഞ പോലെ ഒരു വിങ്ങല് ഉള്ളിൽ ഇങ്ങനെ ഒരു വിങ്ങൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടിങ്ങനെ ഇപ്പോഴും സാംകുട്ടന്റെ ശബ്ദം ഇങ്ങനെ മനസ്സിൽ കേൾക്കുക. അപ്പൊ അത് കേട്ടോണ്ടിരിക്കുമ്പം ഞാനിങ്ങനെ ഹൈ പോകുന്ന പോർഷൻസ് ഒക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്ത് കൃത്യമായിട്ടാണ് സാംകുട്ടൻ അതൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അത് ബ്യൂട്ടിഫുൾ സാംകുട്ട. താങ്ക് യു. കേട്ടോ, മിടുക്കൻ. എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല വേറെ. നല്ല ഫീൽ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മിടുക്കൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ സാം കുട്ടന് ഇന്ന് 99 100. താങ്ക് യു. സാംകുട്ട അപ്പൊ പാട്ടൊക്കെ പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാംകുട്ടനാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. ആരാണ് വരേണ്ടത്? ആരായാലും സന്തോഷം. എന്തായാലും എം ജെ സർ. എം ജെ അങ്കിളിനല്ലേ എം ജെ ഇഷ്ടപ്പെട്ട സാറാണ്. പാട്ട്? അതെ, അതെ. ഇത്രയും സ്പെഷ്യൽ പാട്ട് പാടിയിട്ട്. വെൽക്കം എം ജെ അങ്കിൾ. ഇതൊക്കെ ശരിയാണ്, പക്ഷെ പല്ല് തേക്കണം. ഉടുപ്പ് ഇടണം. ഉടുപ്പ് ഇടണം. ഉടുപ്പിടണം. ഈ ഉടുപ്പിടണേ. ഈ ഉടുപ്പിടണം കേട്ടോ. ഇത് Kinder കിൻഡർ Mox മോക്സിന്റെ ഒരു സൂപ്പർ ഉടുപ്പാണ്. താങ്ക് യു. കിൻഡർ മോക്സിന്റെ ഗിഫ്റ്റ്. അടുത്ത പ്രാവശ്യം ഇട്ടിട്ടാണ്. ഇടാം. പിന്നെ നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ. സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ആണോ ഉപയോഗിക്കുന്നത് അതോ ഹാർഡാണോ? ഏ? ഹാർഡാണോ? ആടാ. അതെന്തിനാ? അതെന്തിനാടാ? അമ്മ പറഞ്ഞിട്ടുണ്ട് ഹാർഡ് തേച്ചാ പെട്ടെന്ന് പല്ല് ക്ലീൻ ആവും. അതാരാ പറഞ്ഞത്? കഴിഞ്ഞു പോയില്ലേ അപ്പോ? എനിക്കറിയില്ല. പല്ല് തേഞ്ഞു പോകാൻ വേണ്ടിട്ട്. കിഡ്സ് സാധാരണ ഇങ്ങനെ സോഫ്റ്റ് സാധനം യൂസ് ചെയ്യാം അല്ലേ? ആയോ, നമുക്ക് പോവാം. ടാറ്റാ സാംകുട്ട. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.